ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. അപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പം വളരെ സന്തോഷവാനായിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് അങ്ങനെ 3.5 വർഷത്തിന് മേലെയായി നമ്മളുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പം ഇതുവരെ എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, പുതിയതായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പഴയ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് ഇടയ്ക്കൊക്കെ വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രേരണ. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഒരു 1.5 വർഷത്തോളം എനിക്ക് പ്രോപ്പറായിട്ട് കണ്ടന്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ 10,000 എന്ന് പറഞ്ഞാൽ കുറേ പേര് മുമ്പ് നമ്മുടെ ഒപ്പം ചാനൽ തുടങ്ങിയവരൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. ബട്ട് എനിക്കത് ഇത്ര പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സം റീസൺസ് കാരണമാണ്. അപ്പം മാത്രമല്ല, ഓഫ് കോഴ്സ് ക്രിപ്റ്റോ റിലേറ്റഡ് ആകുമ്പോൾ ബിയർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതും ഒരു കണ്ടന്റ്, ഒരു റീസൺ തന്നെയാണ്. പക്ഷേ തിരിച്ച് വീണ്ടും മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും നിങ്ങൾ എനിക്ക് ആ സപ്പോർട്ട് വീണ്ടും തന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കണ്ടന്റിൽ തന്നെ കുറച്ച് ചേഞ്ചസ് വരുത്തി. ക്രിപ്റ്റോ ട്രേഡിംഗ് മാത്രമല്ലാതെ മറ്റുള്ള ഇൻഫർമേഷൻസ് കൂടി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചാനലിൽ വന്നിരുന്നു, സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. സോ ബിഗ് താങ്ക്സ് ടു എവരി വൺ. അപ്പം ഇനി ഇതുപോലത്തെ കണ്ടിന്യൂസ് സപ്പോർട്ട് നിങ്ങളിൽ നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. പ്ലസ് നമ്മുടെ മോർ ദാൻ ക്രിപ്റ്റോ യൂസേഴ്സ്, ക്രിപ്റ്റോ ട്രേഡിംഗ് മാത്രമല്ലാണ്ട് പല രീതിയിലുള്ള കണ്ടന്റ്സും നമ്മുടെ ചാനലിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒപ്പം നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഡു ഗുഡ് തിങ്സ്, ഗുഡ് കണ്ടന്റ് ടു യു. മേ ബി ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കണ്ടന്റ് മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് തെറി ഒഴികെ ബാക്കി എന്താ നിങ്ങൾക്ക് വിളിക്കാം. നമ്മൾ മാക്സിമം അതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ പറയാം, ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ലൈക്ക് ഐ നെവർ എക്സ്പെക്റ്റഡ് 10,000 ഫോളോവേഴ്സ്. ഈവൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇത്രയും ഒരു ഇത് വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് റവന്യൂസ് വരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് 3-4 വട്ടം എനിക്ക് റവന്യൂസ് കിട്ടി. യൂട്യൂബ് അൽഗോരിതം പ്രകാരം നമുക്ക് $100 ആയിക്കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ വരും. അവൻ ഇത്ര വ്യൂസിനനുസരിച്ച് $100 കിട്ടിക്കഴിഞ്ഞാൽ $100 നമ്മുടെ റവന്യൂ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ കിട്ടും. അപ്പം ഈ ഒരു മൂന്നര വർഷത്തേന് എനിക്കൊരു 4-5 വട്ടം, മാക്സിമം 4 വട്ടം തോന്നും, 4-5 വട്ടം എനിക്ക് ഈ $100 ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എക്സൈറ്റ് ആയിട്ടില്ല, മാക്സിമം 4-5, അതിൽ കൂടുതലില്ല. അതായത് ചിലപ്പോൾ $100 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 110-120 ആ ഡോളർ ഒരുമിച്ചായിരിക്കും വരുന്നുണ്ടാവും. പക്ഷേ എനിക്കൊരു 4-5 വട്ടം യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ തോന്നി. കാരണം ഈ ഒരു ചാനൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്ന ഇൻകം എന്ന് പറഞ്ഞ ആ സംഭവമാണ്. പിന്നെ അല്ലാണ്ട് ചെറിയ ചെറിയ പെയ്ഡ് കൊളാബറേഷനിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രോപ്പർ സെറ്റപ്പിനുള്ള സംഭവമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ കണ്ടന്റ് ക്രിയേറ്റിൻ്റെ ക്വാളിറ്റി അത്ര വലിയ സംഭവമൊന്നും അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പല ആൾക്കാരും ക്വാളിറ്റിയൊക്കെ പക്കയാണ്, ഒരുപാട് എഫേർട്സ് എടുക്കുന്നുണ്ട്. പ്രോപ്പർ സ്റ്റുഡിയോ സെറ്റപ്പും എഡിറ്റിങ്ങും. സത്യം പറയുള്ളൂ, ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടേക്കുന്ന ഒരു 85% വീഡിയോയും എല്ലാം 85% വീഡിയോസും സിംഗിൾ ടേക്ക് ആണെന്ന് വേണം എനിക്ക് പറയാം. ബിക്കോസ് 20 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. 20 മിനിറ്റിൻ്റെ വീഡിയോ തന്നെ ഞാൻ ഒറ്റ ടേക്കിലിരുന്ന് ചെയ്തിട്ടുണ്ട്. ആ ഒറ്റ ടേക്കിലിരുന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇതിന് മുൻപ് ഞാൻ 8 മിനിറ്റിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു. അപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്. ഞാൻ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇത് കണക്ട് ചെയ്തായിരുന്നു. ആ സാധനം റിമൂവ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് താങ്ക് യു ഒക്കെ പറഞ്ഞ ശേഷമാണ് നോക്കണേ, വോയിസ് ഇല്ല. കാരണം ആ സാധനം കണക്ട് ചെയ്തുകൊണ്ട് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഇത് വീണ്ടും 8 മിനിറ്റിന് ശേഷം വീണ്ടും ഈ വീഡിയോ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ കണ്ടന്റിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്ന കണ്ടന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ക്രിപ്റ്റോ ആണെങ്കിലും ഇതിലാണെങ്കിലും കുറച്ച് ട്രെൻഡിങ് ആയിരിക്കുന്ന നല്ല രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ എഫേർട്ട് ഇട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്ന പോലെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എന്നെ മിക്ക വീഡിയോ ചിലപ്പം കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് വലിച്ച് നീട്ടാണ്ട് ഇതാക്കണം എന്നൊക്കെ പറയുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഇതുപോലെ വലിച്ച് നീട്ടി പറയുമ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടും. സ്പീഡ് കൂട്ടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്പീഡിൽ പറയലേന്നായി. പിന്നെ വലിച്ച് നീട്ടുമ്പോൾ ഇത്ര പെട്ടെന്ന് പറയലേന്നായോ. നമുക്കത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ആവുക, അങ്ങനെ രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടില്ല. സോ എന്നാലും അങ്ങനെ ആ ഇട്ട എഫേർട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായെന്നും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്നൊക്കെ മനസ്സിലായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അപ്പം 10,000 ആയിട്ട് വീണ്ടും വീണ്ടും താങ്ക്സ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിന് വളരെ, ഇത്രയും കാലം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തതിന് വളരെ താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ പോലെ റിവ്യൂസും സജഷൻസും ഇൻഫർമേഷൻസും ഹാക്സും കുറച്ച് എൻഗേജ്മെൻറ്റ് കണ്ടൻറ്റ്സ്, എൻഗേജിങ് കണ്ടൻറ്റ്സ് ഒക്കെ ഞാൻ ഇതിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം അത് പറയാനാണ് മെയിൻലി ഈ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ദിസ് 10,000 ഫോളോവേഴ്സ്. അപ്പം വേറെ നല്ലൊരു കണ്ടന്റ് ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിൾ കൂടി പറയാം. അപ്പോൾ ഈ ഒരു ചെയർ ഞാൻ പറഞ്ഞ പോലെ വേർഗോൻ്റെ ഒരു ചെയറാണ്. ഇതിപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും, ഒരുപാട് പേര് വേർഗോൻ്റെ ചെയറൊക്കെ തപ്പുന്നുണ്ടാവും. പക്ഷേ കുറേ ആൾക്കാർ ചെയർ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനേക്കാളും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും നല്ലതാണോ എന്നൊക്കെ. സോ ഞാൻ ഈ ഒരു ചെയറിനെ കുറിച്ച് നോക്കിയപ്പോൾ പ്രോപ്പറായിട്ടൊരു കണ്ടന്റ് നമുക്ക് കിട്ടിയിട്ടില്ല, റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇങ്ങനത്തെ കുറേ മിസ്സിംഗ് ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.